Good morning, everyone. I am back with another session. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന GS3 and 4 ആണ്. GS4, as you all know, ഇതുവരെയുള്ള GS നിന്നെല്ലാം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഇനി എത്തിക്സ് ആണ് GS4, എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് പേപ്പറിന്റെ പേര്. ഇതിന്റെ ഫുൾ എന്താണ് സിലബസ് തന്നെ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ദിസ് ഇസ് ടു ഷോ ദാറ്റ് നമുക്ക് ആവശ്യമുള്ള കീവേഡ്സ് കുറെയൊക്കെ സിലബസിൽ തന്നെ കിട്ടും. ആദ്യത്തെ കാര്യം നമ്മളോട് ആറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടാണ് പറയാ. ആദ്യത്തെ ചാപ്റ്റർ ആറ്റിറ്റ്യൂഡിൽ തന്നെ നിങ്ങൾ ഇഷ്യൂസിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത് വിത്ത് ഇന്റഗ്രിറ്റി ആൻഡ് പ്രോബിറ്റി ഇൻ പബ്ലിക് ലൈഫ്, പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ച് in various issues and conflicts faced in dealing with society. നമുക്ക് എത്തിക്സിന്റെ പേപ്പർ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള പേപ്പേഴ്സിനെക്കാളും കുറച്ചും കൂടെ ലെങ്തി ആയിരിക്കും. ആദ്യത്തെ 13 ക്വസ്റ്റ്യനിൽ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ നോർമൽ എത്തിക്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും 10 മാർക്കിന്റെ. പിന്നെ ഒരു 3 കോട്ട് ബേസ്ഡ് ആയിരിക്കും. ഏതെങ്കിലും ആൾക്കാർ പറഞ്ഞ കോട്ട്സിനെ വെച്ചിട്ടാണ് യൂഷ്വലി ചോദിക്കുക. പിന്നെ ഒരു 6 കേസ് സ്റ്റഡി ഉണ്ടാവും. ഇങ്ങനെയാണ് എത്തിക്സിന്റെ പേപ്പർ. കുറച്ച് ലെങ്തി ആണ്. അപ്പൊ അതനുസരിച്ച് എത്തിക്സിന്റെ പേപ്പർ എഴുതുമ്പോൾ നിങ്ങളുടെ സ്പീഡ് കുറച്ചും കൂടെ കൂട്ടാൻ നോക്കണം. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ നമുക്ക് കുറച്ച് എത്തിക്കൽ കീവേഡ്സ് കിട്ടിയില്ലേ? ആറ്റിറ്റ്യൂഡ്, ഇന്റഗ്രിറ്റി, പ്രൊബിറ്റി, പിന്നെ പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ച്, എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇന്റർഫിയറൻസിൽ എസെൻസ്, ഡിറ്റർമിനൻസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് എത്തിക്സ്. ഡിറ്റർമിനൻസ് ഓഫ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എത്തിക്സിനെ എന്തൊക്കെയാണ് ഡിറ്റർമൈൻ ചെയ്യുക. നമ്മള് ഒരു കുട്ടിയായിരിക്കുമ്പോഴേ നമുക്കൊരു എത്തിക്കൽ വാല്യൂ മേ ബി മനസ്സിലുണ്ടാവും, അപ്പൊ ഒരു ഇന്റേണൽ ഉണ്ടാവും. പക്ഷെ ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മൾ ഏത് സ്ഥലത്താണ് വളരുന്നതെന്ന് വെച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, ഫാമിലി ഒരു ഡിറ്റർമിനന്റ് ആണ്, നമ്മൾ പഠിക്കുന്ന സ്കൂൾ ഒരു ഡിറ്റർമിനന്റ് ആണ്, അവിടുത്തെ ടീച്ചേഴ്സ് ഒരു ഡിറ്റർമിനന്റ് ആണ്, സൊസൈറ്റി ഒരു ഡിറ്റർമിനന്റ് ആണ്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഡിറ്റർമിനൻസ് ഓഫ് എത്തിക്സ്. പിന്നെ അതിന്റെ കോൺസിക്വൻസസ് എന്തായിരിക്കും എന്നുള്ളത്, കോൺസിക്വൻസസ് ഓഫ് എത്തിക്സ് ഇൻ ഹ്യൂമൻ ആക്ഷൻസ്, ഡയമെൻഷൻസ് ഓഫ് എത്തിക്സ്. ഇതൊക്കെ ലൈക്ക് കറക്റ്റ് ഒരു സിലബസ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ പഠിക്കുന്നതും ആൻസർ എഴുതുന്നതും രണ്ടും രണ്ട് രീതിയിലാണ്. നമ്മളെല്ലാം പഠിച്ചു എന്ന് വെച്ചിട്ട് നമുക്കത് ആൻസറിലേക്ക് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം എന്ന് ഇല്ല. ആൻസർ എങ്ങനെയാ എഴുതണ്ടേന്ന് കുറച്ച് രണ്ടാമത്തെ സ്ലൈഡൊക്കെ പോയി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ നേരത്തെ അഗെയിൻ ആറ്റിറ്റ്യൂഡിൽ എന്താണ് തോട്ട്, ബിഹേവിയർ, മോറൽ ആൻഡ് പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്, സോഷ്യൽ ഇൻഫ്ലുവൻസ്, പെർസുവേഷൻ, ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം കീവേഡ് ആണ്. നമ്മൾ എത്തിക്സ് പഠിക്കുമ്പോൾ ഇങ്ങനത്തെ കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മളൊരു സാധാരണ എല്ലാവരും പറയാറ് എത്തിക്സിന്റെ കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്ത് ഒരു ഷോർട്ട് നോട്ട് അതിനു വേണ്ടി ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ബിക്കോസ് എനിക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് വെക്കൽ ബുദ്ധിമുട്ടായിരുന്നു. സോ ഐ വിൽ മേക്ക് ഇറ്റ് അപ്പൊ തന്നെ എക്സാമിന് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ അത് ഉണ്ടാക്കുമായിരുന്നു. ഇൻ കേസ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാത്തവരാണെങ്കിൽ പഠിച്ചു വെക്കുക. കൂടുതൽ പേര് പഠിച്ചു വെച്ചിട്ടാണ് പോകുന്നത്. ബിക്കോസ് ആസ് ഐ സൈഡ് എത്തിക്സിന്റെ പേപ്പർ കുറച്ച് ലെങ്തി ആണ്, നമുക്ക് എഴുതാൻ നല്ല സമയം എടുക്കേണ്ടി വരും. അപ്പൊ തന്നെ ചിന്തിച്ച് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ എത്തിക്സ് ഇൻ സിവിൽ സർവീസ് എന്ന് പറയുന്നതും ഇതിന്റെ ഒരു മേജർ ഭാഗമാണ് ഈ എന്താണ് എത്തിക്സ് പേപ്പറിന്റെ. ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഫൗണ്ടേഷണൽ വാല്യൂസ് ഫോർ സിവിൽ സർവീസ് എന്ന് തന്നെ ഒരു പ്രത്യേക ഭാഗമുണ്ട്. അതിൽ ഇന്റഗ്രിറ്റി, ഇംപാർഷ്യാലിറ്റി, നോൺ പാർട്ടിസൺഷിപ്പ്, ഈ പ്രൊബിറ്റി ഇൻ പബ്ലിക് ലൈഫ് ഒക്കെ ഇവിടെ വരും കേട്ടോ. ഒബ്ജക്ടിവിറ്റി, ഡെഡിക്കേഷൻ ടു പബ്ലിക് സർവീസ്, നമ്മൾ എന്തിനു വേണ്ടിയാണ് പബ്ലിക് സർവീസിലേക്ക് പോകുന്നത്, നമ്മൾ എത്തരത്തിലുള്ള ഒരു പബ്ലിക് സെർവന്റ് ആയിരിക്കും എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവരിത് ചോദിക്കുന്നതെന്നാണ് UPSC പേപ്പർ. ഇത് 2012 പ്രശ്നത്തിനൊക്കെ ശേഷം കൊണ്ടുവന്ന സാധനങ്ങളാ. എമ്പതി, ടോളറൻസ്, കമ്പാഷൻ, ഇതെല്ലാം അവിടെ വരുന്നുണ്ട്. ബേസിക്കലി നിങ്ങൾ എത്രത്തോളം നല്ല ഒരാളാണ് എന്ന് UPSC മാർക്കറ്റ് ചെയ്ത് കാണിക്കണം. ഞാൻ ഇത്രയും നല്ലൊരാളാണ്, ഇത്രയും കാര്യങ്ങൾ പബ്ലിക് ഗുഡിന് വേണ്ടി ചെയ്യും എന്നൊക്കെ ഉള്ള കാര്യത്തിൽ. പിന്നെ അതുപോലെ തന്നെ മോറൽ തിങ്കേഴ്സ് ആൻഡ് ഫിലോസഫേഴ്സ്, ഇന്ത്യയിലെ തിങ്കേഴ്സിന്റെ ഫിലോസഫേഴ്സിന്റെ ഇതും പഠിക്കാനുണ്ട്, അറൌണ്ട് ദ വേൾഡ് ഉള്ളതും പഠിക്കാനുണ്ട്. വേൾഡ് ഉള്ളതിൽ കുറച്ചൊക്കെ ഈ PSIR പഠിക്കാനുള്ള തിങ്കേഴ്സും സോഷ്യോളജിയിൽ പഠിക്കാനുള്ള തിങ്കേഴ്സും ഒക്കെ ഇവിടെ കയറി വരുന്നുണ്ട്. പക്ഷെ അവരുടെ എത്തിക്കൽ ആസ്പെക്ട് ആണ് നമുക്ക് ഇവിടെ ആവശ്യം, മറ്റതല്ല. ലൈക്ക് നിങ്ങൾ അവിടെ പഠിക്കുന്ന കാര്യങ്ങളല്ല. PSIR, സോഷ്യോളജി ഓപ്ഷണൽ ഉള്ളവരാണെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഇമോഷണൽ ഇന്റലിജൻസ്, വീണ്ടും പബ്ലിക് ആൻഡ് സിവിൽ സർവീസ് വാല്യൂസ് വന്നിരിക്കുന്നത് കണ്ടോ. സോ
അത് അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് വീണ്ടും സിലബസ് തന്നെയാണ് ഞാൻ ഈ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് അത് 2 തവണ അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. നമുക്ക് പബ്ലിക് ആൻഡ് സിവിൽ സർവന്റിൽ വന്നാൽ അവർ യൂഷ്വലി ചോദിക്കുക, നിങ്ങൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇല്ലസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുക. അപ്പൊ സിവിൽ സർവീസുമായിട്ട് ബേസ് ചെയ്തിട്ട് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു തന്നെ വെക്കണം. നമ്മളിപ്പോ യൂഷ്വലി കേൾക്കാറുള്ളതാണ് നമ്മുടെ TN ശേഷൻ ECI ഇതായിരുന്ന എക്സാമ്പിൾ കേൾക്കാറുണ്ട്, TN ശേഷന്റെ എക്സാമ്പിൾ കേൾക്കാറുണ്ട്, PS അപ്പു IASന്റേത് കേൾക്കാറുണ്ട്, അങ്ങനത്തെ കുറച്ച്. അത് മെയിൻ ആയിട്ട്. പക്ഷെ കറണ്ട് ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ന്യൂസ് പേപ്പറിൽ നിന്നോ ഒക്കെ കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ആർക്കും അറിയാത്ത കാര്യങ്ങൾ എഴുതരുത്, ബട്ട് സ്റ്റിൽ കുറച്ചും കൂടെ റെലവെന്റ് ആയിട്ട് നിൽക്കാൻ ബാക്കിയുള്ളവരുടെ നിന്ന് വ്യത്യസ്തമായിട്ടും നിങ്ങൾക്ക് എഴുതാൻ ശ്രമിക്കാം. ഈ അശോക് ഹേംകെ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? GS4 പഠിക്കുമ്പോൾ യൂഷ്വലി നമ്മൾ ഇത് പറയുന്ന പേരാ, അശോക് ഹേംക IAS എന്ന് പറഞ്ഞിട്ട് ഒരാള്. പുള്ളി ഇതുപോലെ ഭയങ്കര റൈറ്റിയസ് ആയിരുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ തവണ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേൾക്കുക. പിന്നെ കേസ് സ്റ്റഡീസ്, അഗൈൻ ആസ് ഐ സെഡ്, കേസ് സ്റ്റഡീസും 6 കേസ് സ്റ്റഡീസ് ആണ് ചോദിക്കുക. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ് ഈ പേപ്പറിൽ. ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ സിലബസ് വായിച്ച് കീവേഡ്സ് ഫൈൻഡ് ചെയ്യുക. ഞാനിപ്പോൾ ഫൈൻഡ് ചെയ്തതുപോലെ അതിന്റെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. എക്സാമ്പിൾസ് എന്തായാലും കളക്ട് ചെയ്യുക. എക്സാമ്പിൾസ് ആണ് നമ്മുടെ എത്തിക്സ് പേപ്പറിനെ ബാക്കിയുള്ളവരുടെയും ഡിഫറെന്റ് ആക്കി നിർത്തുന്നത്. Examples and as I said, ethics paper has a scope of എന്താണ് സ്കോറിംഗ് വെരി ഹൈലി. കഴിഞ്ഞ വർഷത്തെ ടോപ്പർ ഇല്ലേ ശക്തി ദുബെ എന്ന് പറയുന്ന മാമിന് 140s എത്തിക്സിന്റെ മാർക്ക്. ബാക്കിയുള്ള എല്ലാ GSും മാർക്ക് പുള്ളിക്കാരിക്ക് ബാക്കിയുള്ളവരുടെ കമ്പയറബിൾ ആയിട്ടോ സെയിമോ കുറവോ ഒക്കെ ഉള്ളൂ. ബട്ട് സ്റ്റിൽ എത്തിക്സിന് 140s പോയത് കൊണ്ടാണ് റാങ്ക് 1 എന്നുള്ള രീതിയിൽ എത്തുന്ന രീതിയിൽ പറ്റിയത്. സോ എത്തിക്സ്, എസ്എ നിങ്ങളുടെ ഓപ്ഷണൽ, ഇത് 3ഉമാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്ന പേപ്പേഴ്സ്. അതിന് കുറച്ച് ഇത് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വളരെ കൂടുതലായിരിക്കും. സോ അത് മര്യാദയ്ക്ക് തന്നെ പഠിക്കുക. എത്തിക്സിന് മെയിൻലി നമ്മൾ പഠിക്കുന്ന കാര്യം ആൻസർ എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ആദ്യമൊക്കെ എഴുതുമ്പോൾ ആൻസർ ഭയങ്കര മോശമാണെന്ന് നമുക്ക് തന്നെ തോന്നും. പക്ഷെ കുഴപ്പമില്ല, അങ്ങനെ തുടങ്ങിയാലേ നമുക്ക് നല്ല ആൻസർ പിന്നെ എഴുതാൻ പറ്റുള്ളൂ. സോ ആൻസർ എഴുതുക എന്നുള്ളത് എത്തിക്സിന് എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പിന്നെ PYQs കീവേഡ്സ് കണ്ടുപിടിക്കാം. നമ്മുടെ സിലബസിൽ ഇല്ലാത്ത കീവേഡ്സ് തന്നെ PYQs വന്നിരിക്കും. ഇപ്പൊ ഇത്തവണ ആണെങ്കിൽ തന്നെ CSAT കുറെ നമുക്ക് അറിയാത്ത വേർഡ്സ് ഒക്കെ വന്നില്ലേ, ഇംഗ്ലീഷ് വേർഡ്സ്. ഇത്തവണ ആരെങ്കിലും CSATന്റെ പേപ്പർ ഒക്കെ നോക്കിയായിരുന്നോ? നോക്കിയിട്ടില്ലെങ്കിൽ ഓക്കെ, I am an English graduate. എനിക്ക് തന്നെ കേട്ടിട്ട് മനസ്സിലാവാത്ത രീതിയിൽ കുറെ വേർഡ്സ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോ നോർമൽ ഈ ഹിന്ദി മീഡിയത്തിൽ നിന്ന് വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ മലയാളം മീഡിയത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്കോ ഒന്നും മനസ്സിലാവാത്ത പോലും ഇല്ല. അപ്പോ അത്തരത്തിലുള്ള വേർഡ്സ് പിന്നെ നമുക്ക് കിട്ടണമെങ്കിൽ PYQs നിന്നാണ് കിട്ടുക. സോ എത്തിക്സിന്റെ PYQs പോയി വായിക്കുക. അതിൻ്റെ അകത്തുനിന്ന് പുതിയ കീവേഡ്സ് കിട്ടും, ഐഡന്റിഫൈ ചെയ്യാം. ഇനി ശക്തി ദുബെ മാം പറഞ്ഞൊരു സ്ട്രാറ്റജിയാണ്. പുള്ളിക്കാരി കുറെ കീവേഡ്സ് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 80 കീവേഡ് എങ്കിലും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഒരു തവണ ഇപ്പൊ ഒരു കീവേഡ് ആണ് ഇന്റഗ്രിറ്റി. എത്തിക്സിലൊക്കെ ഇങ്ങനത്തെ കുട്ടി കുട്ടി ടേംസ് നമ്മൾ കേൾക്കുമ്പോൾ ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണെന്ന് വിചാരിക്കെങ്കിൽ അത് അതിലെ കീവേഡ് ആണ്. സോ ആ കീവേഡ്, വാല്യൂസ്, ഇന്റഗ്രിറ്റി, ഇതൊക്കെ അവിടുത്തെ കീവേഡ് ആണ്. അത് ഒരു തവണ ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ പുള്ളിക്കാരി അതിനെപ്പറ്റി എഴുതുകയാണെങ്കിൽ അതിന്റെ സിനണിം ആണ് യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് വേറൊരു വേർഡാണ് യൂസ് ചെയ്യുക. ഇന്റഗ്രിറ്റി എന്നുള്ള വേർഡ് പിന്നെ യൂസ് ചെയ്യില്ല. അങ്ങനെയായിരുന്നു അവരെഴുതിക്കൊണ്ടിരുന്നത്. സോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സിനോണിംസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളിൽ കണ്ടുപിടിക്കുക. മേ ബി ഇറ്റ് വിൽ മേക്ക് യുവർ സ്കോർ ലിറ്റിൽ ബെറ്റർ. പിന്നെ ഡയഗ്രംസ്, എത്തിക്സിന്റെ പേപ്പറിലെ ഡയഗ്രംസ് വരയ്ക്കണം എന്ന് എല്ലാവരും പറയാറുണ്ട്. ചിലരൊക്കെ ഡയഗ്രംസ് പഠിച്ചു വെക്കും, കാണാതെ പഠിച്ചു വെച്ചിട്ടാണ് പോവുക. ഞാൻ അങ്ങനെ പഠിച്ചു വെച്ചിട്ടില്ല, പ്രൈമറിലി ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ടൈം. സോ ഞാൻ ക്ലാസ് റൂമിൽ ഇരുന്ന് തന്നെയാണ് ഡയഗ്രാം ഉണ്ടാക്കിയത്. അതെങ്ങനെ ചെയ്യുന്നു, ഞാൻ എങ്ങനെ ആൻസർ എഴുതുന്നുള്ളതിൽ കാണിച്ചു തരാം. അതല്ല, ഡയഗ്രാംസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കുറച്ചൊക്കെ ചില സ്റ്റാൻഡേർഡ് ഡയഗ്രാംസ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ പഠിച്ചിട്ട് തന്നെയാണ് പോവുക. ഇപ്പോൾ നോളൻസ് പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് ലൈഫ്, വെബേഴ്സ് പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് തന്നെയാണ് പോവുക. അതല്ലാണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്ന് ഉണ്ടാക്കാം. ഇല്ല നിങ്ങൾക്ക് പഠിച്ചിട്ട് പോവാമെങ്കിൽ പഠിച്ചിട്ട് പോവാം. പിന്നെ ടോപ്പേഴ്സ് കോപ്പീസ് വായിക്കാം. ടോപ്പേഴ്സ് കോപ്പീസിൽ എത്തിക്സിന് നല്ല മാർക്ക് കിട്ടിയ ടോപ്പേഴ്സിന്റെ കോപ്പി എടുത്തിട്ട് അത് വായിച്ചിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പെക്യുലർ ആയിട്ടുള്ള
പോയിന്റ്സോ എക്സാമ്പിൾസോ കീവേഡ്സോ ഒക്കെ കാണുകയാണെങ്കിൽ അത് കളക്ട് ചെയ്ത് വെക്കാം. എസ്പെഷ്യലി എത്തിക്സിൽ എടുക്കുമ്പോൾ നല്ല മാർക്കുള്ളത് മാത്രം എടുക്കുക. പിന്നെ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യേണ്ടതെന്നൊക്കെ എത്തിക്സിന്റെ ആൻസർ എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് നല്ല പ്രശ്നം വരും. ഇതെങ്ങനെ ഈ ആൻസർ ഞങ്ങൾ എഴുതും? കാരണം ഈ എത്തിക്സ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല, സ്കൂളിൽ പഠിച്ചിട്ടില്ല, കോളേജിൽ പഠിച്ചിട്ടില്ല, എവിടെയും പഠിച്ചിട്ടില്ല. സോ അത് ഭയങ്കര പ്രശ്നമാണ്. പ്രാക്ടീസ് ചെയ്യൽ മാത്രമാണ് ഇതിനൊരു വഴി. ഒരു ക്വസ്റ്റ്യൻ ആണ്, എത്തിക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ. ഇതിൽ എങ്ങനെ ആൻസർ എഴുതാന്നാണ് ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഡിഫൈൻ എത്തിക്കൽ ലീഡർഷിപ്പ്. ആദ്യം ഒരു കാര്യം ചോദിച്ചേ, നമുക്ക് ഒരു കാര്യം ഡിഫൈൻ ചെയ്യണം. എത്തിക്കൽ ലീഡർഷിപ്പിനെ ഡിഫൈൻ ചെയ്യണം. പിന്നെ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഹൈ EQ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ക്വോഷ്യന്റ് ക്യാൻ എൻഹാൻസ് ഇറ്റ്സ് പ്രാക്ടീസ് ഇൻ ദ സിവിൽ സർവീസസ്. സോ നമ്മൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? ഹൈ EQ എങ്ങനെയാണ്, ഹൈ EQ അതിന്റെ പ്രാക്ടീസ് എങ്ങനെയാണ് സിവിൽ സർവീസസിനെ എൻഹാൻസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. ഇല്ലസ്ട്രേറ്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സിവിൽ സർവീസിനെ പറ്റി ചോദിക്കുമ്പോൾ അവർ എക്സാമ്പിൾസ് എഴുതാൻ വേണ്ടി ചോദിക്കും. മറ്റേതിലും ചോദിക്കും, എന്നാൽ ഇതിൽ കൂടുതൽ ചോദിക്കും. ഇത് നമ്മൾ പഠിച്ചു തന്നെ വെക്കണം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തത്. സോ ഇതിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാൻ പറ്റും? ഈ സംഭവം വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തായിട്ടൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ ഇതിനൊരു ആൻസർ ആക്കി പറഞ്ഞു നോക്കൂ. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്ത് കൊടുക്കും? ഓൺലൈനിലും പറയാം കേട്ടോ. ഒന്നെങ്കിൽ നമ്മൾ എത്തിക്കൽ ലീഡർഷിപ്പിനെ പറഞ്ഞു തുടങ്ങണം, അല്ലെങ്കിൽ എത്തിക്കൽ ലീഡറിനെ പറ്റി പറഞ്ഞു തുടങ്ങണം. ഇൻട്രൊഡക്ഷനിൽ ഒരു എത്തിക്കൽ ലീഡർ ആരാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എത്തിക്കൽ എന്ന് പറഞ്ഞാല് നമ്മൾ യൂഷ്വലി മലയാളത്തിൽ നല്ല മനുഷ്യൻ എന്നൊക്കെ പറയും. സോ എത്തിക്കൽ ലീഡർ എന്ന് പറയുന്നത്, ഇപ്പൊ കള്ളം പറയുന്ന ഒരാൾ എത്തിക്കൽ ലീഡർ ആണ്. എന്നാൽ ചിലപ്പോ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയേണ്ടി വരില്ലേ? അതൊരു എത്തിക്കൽ ലീഡർ ആണ്. ഈ എത്തിക്സ് ഭയങ്കര സബ്ജക്റ്റീവ് ആണ്. നമ്മൾ ഓരോ സമയത്തും ഓരോ ആൾക്കാരോടും എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതൊക്കെ വെച്ച് എത്തിക്സ് മാറും. സോ എത്തിക്സ് എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ അത്രയും ഡൈവേർജൻസ് നമുക്ക് നേരത്തെ അറിയാം, പക്ഷെ നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കൂല. സോ എത്തിക്സ് പഠിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഒരു എത്തിക്കൽ ലീഡറിന് എന്തൊക്കെ ഉണ്ടാവാം? കണ്ണാടി വെച്ച ആള് പറയോ? മോറൽ വാല്യൂസ്, സൊസൈറ്റിയോട് കമ്മിറ്റ്മെന്റ്. വേറെ ആരെങ്കിലും? നമ്മൾ ഈ പറഞ്ഞ മോറൽ വാല്യൂസ്, സൊസൈറ്റിയോട് കമ്മിറ്റ്മെന്റ്, നേരത്തെ ഓണസ്റ്റി ഇല്ലാത്ത ആളെ പറ്റൂല എന്ന് പറഞ്ഞപ്പോ ഓണസ്റ്റി ഉള്ള ആള്. ഇതൊക്കെ എന്താണ്? വാല്യൂസ് ആണ്. വാല്യൂസ് ഉള്ള ആളെയാണ് നമ്മൾ എത്തിക്കൽ എന്ന് വിളിക്കുക. അഗെയിൻ അയാൾ ഒരു ലീഡറും ആയിരിക്കണം ഇവിടെ ഈ ക്വസ്റ്റ്യന്റെ കോണ്ടെക്സ്റ്റിൽ. അപ്പോൾ അയാള് ബാക്കിയുള്ളവരെ ലീഡ് ചെയ്യണം ബൈ എക്സാമ്പിൾ. നമ്മളൊരു ഫേമസ് കോട്ട് കേട്ടിട്ടില്ലേ? ലീഡർ ഇസ് ദ വൺ ഹൂ നോസ് ദ വേ, ഗോസ് ദ വേ ആൻഡ് ഷോസ് ദ വേ. അതായത് ലീഡർ എന്ന് പറയുന്ന ആൾക്ക് എങ്ങനെ പോകണം എന്ന് അറിയാം, അയാൾ എങ്ങനെ പോകണം എന്ന് ബാക്കിയുള്ളവർക്കും പറഞ്ഞു കൊടുക്കും. ആ വഴി തന്നെയായിരിക്കും അയാളും പോകുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഇവിടെ ക്ലാസ് 9 മണിക്ക് വെച്ചു. അപ്പൊ 9 മണിക്ക് വരണം എന്നറിയാം. ഇൻ കേസ് നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ ഞാനാണെന്ന് വിചാരിക്കുക. ഞാൻ ഇവിടെ വന്ന് കയറുന്നത് 10 മണിക്കാണ്, നിങ്ങളൊക്കെ 9 മണിക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു നല്ല ലീഡറാണോ? അല്ല. കാരണം എന്താണ്? എനിക്ക് അറിയാം ഇവിടെ 9 മണിക്ക് വരണം എന്ന്. 9 മണിക്ക് വരണം ഞാൻ നിങ്ങളോടും പറയും, പക്ഷെ ഞാൻ ആ വഴി പോവില്ല, ഞാൻ 9 മണിക്ക് വരില്ല. അത് നല്ലൊരു കാര്യമല്ല. അപ്പോൾ ലീഡർ എന്ന് പറയുന്നത് ഈ 3 ഇതും കൂടി ചേർന്ന് വരുന്ന ഒരാളായിരിക്കും. അപ്പോൾ അഗൈൻ ഇവിടെ എത്തിക്കൽ ലീഡർഷിപ്പ് എടുത്താല് ലീഡർ എന്ന് പറയുന്ന സാധനത്തിന് വേറെയും കുറെ എന്താണ് ഡയമെൻഷൻസ് ഒക്കെ ഉണ്ട്. കുറെ പേര് പല രീതിയിൽ അതിനെ ഡിഫൈൻ ഒക്കെ ചെയ്യും. ബട്ട് ഞാൻ ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? സോ നമ്മളൊരു എത്തിക്കൽ ലീഡർ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരാളൊരു എത്തിക്കൽ ലീഡർ ആണെങ്കിൽ അയാളുടെ കയ്യിൽ വാല്യൂസ് ഉണ്ടാവും. ആൻഡ് ലീഡറും ആയിരിക്കും. അവർക്ക് എങ്ങനെ പോണെന്നും അറിയാം. നോസ് ദ വേ, ഗോസ് ദ വേ ആൻഡ് ഷോസ് ദ വേ. ഇത് 3 ചെയ്യുന്ന ഒരാളും ആയിരിക്കും. ഞാൻ ഇത് പറഞ്ഞിട്ടായിരിക്കും ഇൻട്രൊഡക്ഷൻ എഴുതുക. ഇത് കഴിഞ്ഞ വർഷം ഞാൻ എഴുതിയ ഒരു ടെസ്റ്റ് സീരീസിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ അതിന് ഇങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ എഴുതിയത്. എത്തിക്കൽ ലീഡർ ഇസ് ദ വൺ ഹൂ ഹോൾഡ്സ് ദ വാല്യൂസ് ആൻഡ് എത്തിക്സ് ഇൻ ഓൺ ലൈഫ് ആൻഡ് ഓൾസോ ഷോസ് ദ സെയിം ടു അതേഴ്സ് എന്നുള്ള രീതിയിൽ.
ഈ പറഞ്ഞ ഒരു ആസ്പെക്റ്റിൽ തന്നെയാണല്ലോ അത് വന്നിരിക്കുന്നത്. ഇത്രയും വലുതാക്കി എഴുതാത്തത് എന്താന്ന് വെച്ചാൽ സമയമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഞാൻ അതിന്റെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, എ ലീഡർ ഇസ് ദ വൺ ഹു നോസ് ആൻഡ് ഷോസ് ദ വേ എന്നൊക്കെ ഉള്ള രീതിയിൽ. ഇനി നമ്മളോട് അടുത്ത ചോദിച്ചത് എക്സ്പ്ലെയിൻ ഹൗ ഹൈ EQ ക്യാൻ എൻഹാൻസ് ഇറ്റ്സ് പ്രാക്ടീസ് ഇൻ സിവിൽ സർവീസ് എന്നും ചോദിച്ചു. അപ്പൊ ഞാൻ ഇൻട്രൊഡക്ഷനിൽ തന്നെ ആ ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് അഡ്രസ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു. സോ ഞാൻ എഴുതിയത് ടു റെഗുലേറ്റ് വൺസ് ഓൺ ഇമോഷൻസ്. ഈ ഇമോഷണൽ റെഗുലേഷൻ എന്ന് പറയുന്നത് ഒരു എത്തിക്സിലെ കീവേഡ് ആണ്. ടു റെഗുലേറ്റ് വൺസ് ഓൺ ഇമോഷൻസ് ആൻഡ് ഓഫ് ദ ടീം. ലീഡർ ആയിരിക്കുമ്പോൾ അയാൾക്ക് ഒരു ടീമും ഉണ്ടാവും. ആൻഡ് ടു ക്രിയേറ്റ് എ കൊഹീഷൻ ആൻഡ് കൊളാബറേഷൻ. ഇത് രണ്ടും എത്തിക്സിലെ കീവേഡ്സ് ആണ്. നമ്മൾ കേൾക്കുമ്പോൾ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ്, പക്ഷെ എത്തിക്സിൽ വരുമ്പോൾ ഇത് കീവേഡ്സ് ആണ്. ഞാൻ ഈ പറയുന്ന കീവേഡ്സ് ആണെന്ന് പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ആൻസർ എഴുതുമ്പോൾ അണ്ടർലൈനും ചെയ്തിട്ട് വേണം പോവാൻ. ബാക്കിയുള്ളതിലൊക്കെ നമ്മൾ കീവേഡ് അണ്ടർലൈൻ ചെയ്യില്ല, അതുപോലെ എത്തിക്സിൽ ഇങ്ങനത്തെ കീവേഡ്സ് ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. സോ നമുക്ക് ഈ ഇമോഷണൽ കോഷ്യന്റ് എങ്ങനെയാണ് സിവിൽ സർവീസിനെ എൻഹാൻസ് ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ എഴുതിയത് ടു റെഗുലേറ്റ് വൺസ് ഓൺ ഇമോഷൻസ് ആൻഡ് ഓഫ് ദ ടീം, ടു ക്രിയേറ്റ് എ കൊഹീഷൻ ആൻഡ് കൊളാബറേഷൻ, ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് ഇമോഷണൽ കോഷ്യന്റ് ആർ മസ്റ്റ് ഫോർ എ സിവിൽ സർവൻറ്റ്. ഇമോഷണൽ കോഷ്യന്റ് എന്തിനു വേണം, എങ്ങനെ സിവിൽ സർവൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം സ്വന്തം ഇമോഷൻസും അതുപോലെ ടീമിന്റെ ഇമോഷൻസും റെഗുലേറ്റ് ചെയ്യാനും, അത്രയും ഇമോഷണൽ പ്രശ്നങ്ങൾ ആ ടീമിൽ ഉണ്ടെങ്കിൽ തന്നെ അവർ തമ്മിൽ ഒരു കൊളാബറേഷൻ, ഒരു ഒത്തൊരുമ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഒരു സിവിൽ സർവന്റിന് അല്ലെങ്കിൽ ഒരു എത്തിക്കൽ ലീഡറിന് ഈ പറയുന്ന ഇമോഷണൽ കോഷ്യന്റ് എന്നുള്ള കാര്യം വേണ്ടത് എന്നുള്ള രീതിയിലാണ് ഞാൻ എഴുതിയത്. സോ ഇത്രയും എഴുതിയപ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ തന്നെ എഴുതിയിരിക്കുന്നത്, പക്ഷെ എത്തിക്സിലെ കുറച്ച് കീവേഡ്സും കൂടെ ഒക്കെ ചേർത്ത് എഴുതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിലെ ഡിഫറൻസ്. ഇനി നമ്മൾ ഇതിലെ ആദ്യത്തെ സബ് ഹെഡിങ് ഇത് ചെയ്യാൻ പോകും. നമ്മൾ ഡിഫൈൻ എത്തിക്കൽ ലീഡർഷിപ്പ് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു, പിന്നെ ഇതിനെ ജസ്റ്റ് ഒന്ന് അഡ്രസ് ചെയ്ത് ഇവിടം വരെ കഴിഞ്ഞു. ആദ്യത്തെ സബ് ഹെഡിങ് എന്തായിരിക്കും? എത്തിക്സിൽ യൂഷ്വലി 2 സബ് ഹെഡിങ് ഒന്നും വരില്ല കേട്ടോ, ഒരു സബ് ഹെഡിങ് ആണ് സാധാരണ വരാറ്. എക്സെപ്ഷണൽ കേസസിലൊക്കെയാണ് 2 എണ്ണം വരിക. ഇതിലാകെ ഒരു സബ് ഹെഡിങ്ങേ ഉള്ളൂ. നിങ്ങൾ കണ്ടുപിടിക്കുക ഏതാണ്? കേട്ടില്ല. ഹൈ EQ എങ്ങനെ എൻഹാൻസ് ചെയ്യുന്നു? അതെ. സോ EQ ഇൻ എത്തിക്കൽ ലീഡർഷിപ്പ് ബൈ സിവിൽ സർവൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ് ഹെഡിങ് ആണ് ഞാൻ എഴുതിയത്. അത് എഴുതിയ EQ ഇൻ സിവിൽ സർവൻസ് എന്നായിരുന്നു എൻ്റെ സബ് ഹെഡിങ്. ഇതിൽ കുറച്ച് പോയിന്റ്സ് എഴുതണം. സിവിൽ സർവൻസിന് EQ വേണം, EQ ഉണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ, ഇത് നമുക്കും അറിയാം. പക്ഷെ ഇതിന് കുറെ പോയിന്റ്സ് ആയിട്ട് നമ്മൾ എഴുതണം. എങ്ങനെ എഴുതും? അതാണ് എത്തിക്സിലെ ടാസ്ക്. ഞാൻ എഴുതിയത് വായിക്കാം. ആദ്യത്തെ പോയിന്റ് ആണ് ടു നോ. നോ കീവേഡ് ആണ്, പ്രോസസ് കീവേഡ് ആണ്, ആൻഡ് ഇംപ്ലിമെന്റ് കീവേഡ് ആണ്. നോ, ആദ്യം നമ്മളൊരു പോളിസി ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ പോളിസിനെ പറ്റി നമുക്ക് ആദ്യം അറിയാതിരിക്കണം, എന്നാലേ അതിനൊന്ന് നമുക്ക് തന്നെ മൈൻഡിൽ പ്രോസസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ടീമുമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രോസസ്സാണ്. സോ ടു നോ, പ്രോസസ് ആൻഡ് ഇംപ്ലിമെന്റ് എ പോളിസി. നമ്മൾ എന്തിനാണ് ഒരു പോളിസി ഇത് ചെയ്യുന്ന? ആൾക്കാർക്ക് വേണ്ടി. അപ്പൊ അത് എല്ലാവരിലും എത്തണം, പിന്നെ അവർക്ക് അത് ബെനിഫിറ്റ് ചെയ്യുകയും വേണം. സോ ടു നോ, പ്രോസസ് ആൻഡ് ഇംപ്ലിമെന്റ് എ പോളിസി ടു റീച്ച് ആൻഡ് ബെനിഫിറ്റ് ഓൾ, എ സിവിൽ സർവന്റ് മസ്റ്റ് ഹാവ് EQ എന്നാണ് എൻ്റെ ആദ്യത്തെ പോയിന്റ്. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ എഴുതിയത്, എനിക്ക് പേരെടുത്ത് എക്സാമ്പിൾ എഴുതാൻ ഇതിനൊന്നും കിട്ടിയില്ല. സോ ഞാൻ എക്സാമ്പിൾ എഴുതിയത് ടു ക്വെൽ എ പ്രൊട്ടസ്റ്റ്, അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റിനെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഡയലോഗ് ആൻഡ് ഡെലിബറേഷൻ ആണ് കൂടുതൽ വേണ്ടത് ദാൻ വയലൻസ്. നമ്മൾ ഒരു സംഘം ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ അവരെ പോയി അടിച്ചമർത്തി അവർ കുറച്ചുകൂടെ നമ്മളെ ഇങ്ങോട്ട് അടിക്കല്ലേ ഉള്ളൂ. പക്ഷെ നമ്മൾ അവരോട് പോയി സംസാരിച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ തീരുമാനിച്ചാൽ അവർ ചിലപ്പോൾ നമ്മളെ കേട്ടെന്ന് വരും. സോ ഒരു പ്രൊട്ടസ്റ്റ് ക്വെൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഡയലോഗ് ആൻഡ് ഡെലിബറേഷൻ ആണ് ഇതിനേക്കാളും വയലൻസിനേക്കാളും വേണ്ടത്. അഗൈൻ ഡയലോഗ് ആൻഡ് ഡെലിബറേഷൻ കീവേഡ്സ് ആണ്, വയലൻസ് ഒരു കീവേഡ് ആണ്. ഇതെല്ലാം മനുഷ്യന്റെ ചിന്തകളും വാല്യൂസും കാരണം ഉണ്ടാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഇതൊക്കെ കീവേഡ് ആവുന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ ബോർ അടിക്കുന്നുണ്ട്. എത്തിക്സ് ഇങ്ങനെയാണ്, ഇതേ ഇതിൽ പറയാനുള്ളൂ, വേറൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് വേറൊരു നമ്മൾ പഠിച്ച ഒരു ആസ്പെക്ട് ആണ്. ഗാന്ധിജി പറയാറുണ്ട്, നമ്മുടെ ഏറ്റവും ലാസ്റ്റ് നമ്മളൊരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുമ്പം അത്
ഏറ്റവും ദരിദ്രനായ ആളെ എങ്ങനെ സഹായിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് വേണം പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോഗ്രാം ഉണ്ടാക്കാൻ എന്നൊക്കെ പറയാറുണ്ട്. സോ അതിനെ നമ്മൾ പറയുന്നത് ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് വേണം നമ്മളൊരു പ്രോഗ്രാം ഉണ്ടാക്കാനോ ഇംപ്ലിമെന്റ് ചെയ്യാനോ എന്നാണ്. സോ എന്റെ സെക്കൻഡ് പോയിന്റ് ആയിട്ട് ഞാൻ എഴുതിയത് ടു റീച്ച് ആൻഡ് സെർവ് ദ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് ബ്രാക്കറ്റിൽ അന്ത്യോദയ എന്ന് എഴുതും. ഈ അന്ത്യോദയ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ യൂഷ്വലി ഹിന്ദി അല്ലെങ്കിൽ സാൻസ്ക്രിറ്റൈസ്ഡ് വേർഡ്സ് ഒക്കെ നമ്മുടെ പേപ്പറിൽ എഴുതി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വികസിത് ഭാരത് 2047 എന്നൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ ഉള്ളൂ. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്താലാണ് ഇപ്പൊ കൂടുതൽ നമുക്ക് മാർക്ക് കിട്ടുക ഈ ഹിന്ദി ടൈസ്ഡ് വേർഡ്സ്. സോ ഞാൻ അവിടെ അന്ത്യോദയ എന്ന് എഴുതി. ആൻഡ് അന്ത്യോദയ ഇസ് എ പ്രിൻസിപ്പിൾ ഗിവൻ ബൈ മഹാത്മാഗാന്ധി ഓൾസോ. സോ അതൊരു കീവേഡും ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മോറൽ തിങ്കേഴ്സ് ഫ്രം ഇന്ത്യ ആൻഡ് അക്രോസ് ദ വേൾഡ് എന്ന് പറഞ്ഞ് നമുക്ക് സിലബസിൽ തന്നെ ഒരു കാര്യം പഠിക്കാനുണ്ട്. അതിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് അന്ത്യോദയ. അതുകൊണ്ട് അത് ഇവിടെ എഴുതാം. ഓക്കെ. സോ എന്റെ പോയിന്റ് വാസ് ടു റീച്ച് ആൻഡ് സെർവ് ദ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് അന്ത്യോദയ വിത്തൗട്ട് ഫോളിങ് ഇൻ ട്രാപ്സ് ഓഫ് കറപ്ഷൻ ഓർ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്നായിരുന്നു. അപ്പോ ഒരു എത്തിക്കൽ ആയിട്ടുള്ള സിവിൽ സർവന്റ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഗാന്ധിജിയുടേത് കൊടുക്കാം. ഞാൻ ഇവിടെ കൊടുത്തത് IAS ഓഫീസർ ഇൻ നിയംഗിരി ഹിൽസ് മെയ്ഡ് ഇറ്റ് അവൈലബിൾ ഫോർ ഗ്രാം സഭ ടു ടേക്ക് ആക്ഷൻസ് ഈവൻ ദോ കോർപ്പറേറ്റ്സ് വെയർ ദർ വിത്ത് ഓഫീസ്. അതായത് നിയംഗിരി ഹിൽസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഹില്ലിടിച്ച് മൈനിങ് നടത്താൻ വേണ്ടിയിട്ട് ഒരു കോർപ്പറേറ്റ് വന്നു. പക്ഷെ അവിടുത്തെ IAS ഓഫീസർ ചെയ്ത എന്താ വെച്ചാല്, പുള്ളിയുടെ പേരുണ്ട്, ഞാൻ മറന്നു പോയതുകൊണ്ടാണ് IAS ഓഫീസർ എന്ന് എഴുതി വെച്ചത്. സോ അയാൾ ചെയ്ത എന്താ വെച്ചാല്, ഇത് നിങ്ങൾക്കോ ഞങ്ങൾക്കോ എടുക്കാൻ പറ്റുന്ന ഡിസിഷൻ അല്ല, ഇവിടുത്തെ ജനങ്ങളുടെ ഡിസിഷൻ ആണ്. സോ ഗ്രാമസഭ കൂടി അവർ എന്ത് ഡിസിഷൻ എടുക്കുന്നോ അത് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് അയാൾ ഒരു ഡിസിഷൻ എടുത്തത്. സോ അയാൾ അവിടെ എന്താ ചെയ്തത്, ഈ സഭ കൂടി അല്ലെങ്കിൽ ഗ്രാമത്തിലുള്ള ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ കോർപ്പറേറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര പാവപ്പെട്ടവരാണ്, അവരെ കൊണ്ട് നമുക്കൊന്നും നേടാനുമില്ല. പക്ഷെ അയാൾ എടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാല് അവരാണ് സത്യത്തിൽ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് അല്ലെ, നമ്മുടെ ഏറ്റവും പാവപ്പെട്ട ആൾക്കാരാണ് ആൻഡ് അവരുടെ സ്ഥലമാണ്. അപ്പൊ അവരുടെ കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ അവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ എന്നുള്ള എത്തിക്കൽ പ്രിൻസിപ്പിൾ ആണ് അവിടെ ഷോ ചെയ്തത്. സോ അതുകൊണ്ട് ആ എക്സാമ്പിൾ എഴുതി. ഇത്തരത്തിൽ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സിവിൽ സർവൻസിന്റെ എക്സാമ്പിൾസ് കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ. ഈ ബെറ്റർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഒരു ലവ് ഒക്കെ ഇങ്ങനെ ബ്ലൂ കളറിലുള്ള ലവ് ഒക്കെ ഇട്ടിട്ടാണ് ബെറ്റർ ഇന്ത്യ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അത് ഇങ്ങനെ ഗൂഗിളിൽ വെറുതെ ബെറ്റർ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. അതിന്ന് കുറെയൊക്കെ എക്സാമ്പിൾ എത്തിക്സിന് വേണ്ടിയിട്ട് ടോപ്പേഴ്സ് എല്ലാവരും എടുക്കാറുണ്ട്. You can maybe okay, so you can refer to that. ഇനി നമ്മൾ എടുത്തു, ഇനി ഒരാൾക്കാരുമായിട്ട് ഫേസ് ചെയ്യുന്ന ജോബാണല്ലോ സിവിൽ സർവന്റിൻ്റെത്. അയാൾക്ക് EQ വേണ്ടത് ആൾക്കാരെ ഫേസ് ചെയ്യുമ്പോഴും അവർ ചിലപ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് തരും, അല്ലെങ്കിൽ അവര് ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ചിലപ്പോൾ നമ്മളെ ചീത്ത വിളിച്ചു എന്നൊക്കെ വരും. പക്ഷെ അത് നമ്മൾ ഒരിക്കലും അപ്പൊ നമ്മൾ തിരിച്ച് ചീത്ത വിളിക്കാൻ പാടില്ല. നമ്മൾ അതിന് പകരം അവരെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള കാര്യമൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പോൾ നമ്മളുടെ ഇമോഷണൽ റെഗുലേഷൻ എന്ന് പറയുന്നതും ഈ EQ ആയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു പോയിന്റ് എഴുതാം. ഇനി അടുത്ത് ആൾക്കാരുടെ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവരെ എംപതൈസ് ചെയ്ത് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതും ഒരു പബ്ലിക് സർവന്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മൾ പബ്ലിക് സർവന്റ് അഗെയിൻ സോറി, ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടോ? സോ എന്റെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാല് ടു അണ്ടർസ്റ്റാൻഡ്, എംപതൈസ് ആൻഡ് ടേക്ക് ആക്ഷൻസ്. നമ്മൾ എംപതൈസ് ചെയ്യാന്ന് പറഞ്ഞാല് ഒരാളുടെ പ്രോബ്ലമിനെ അഡ്രസ് ചെയ്തു ആൻഡ് അയ്യോ അവര് പാവമായി പോയല്ലോ എന്നുള്ള രീതിയിൽ വിചാരിച്ചു. പക്ഷെ കമ്പാഷൻ എന്ന് പറഞ്ഞാല് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാന്നുള്ളതാണ് കമ്പാഷൻ. ഇത് രണ്ടും കീവേഡ്സ് ആണ് കേട്ടോ. നമ്മൾ പഠിക്കുമ്പോഴാണ് ഈ ഡിഫറൻസ് മനസ്സിലാവുക. അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ് കമ്പാഷനും എംപതിയും ഒക്കെ. പക്ഷെ ഇതിൽ രണ്ടിനും ഡിഫറൻസ് ഉണ്ട്. എംപതി എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ പറ്റി അയ്യോ പാവാണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ കമ്പാഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു കഷ്ടത മാറ്റാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അതാണ് കമ്പാഷൻ. സോ ഇത് രണ്ടും ഡിഫറെന്റ് കീവേഡ്സ് ആണ്. ടു അണ്ടർസ്റ്റാൻഡ്, എംപതൈസ് ആൻഡ് ടേക്ക് ആക്ഷൻസ്, അതിന്റെ ബ്രാക്കറ്റിൽ ഞാൻ കമ്പാഷൻ എഴുതിയിട്ടുണ്ട്. വൈസ്ലി വിത്ത് അവൈലബിൾ റിസോഴ്സസ് ഈസ് സംതിങ് ദാറ്റ് ഹൈ ഇമോഷണൽ റെഗുലേഷൻ ലൈക്ക് പേഴ്സൺ വിത്ത് ഹൈ ഇമോഷണൽ റെഗുലേഷൻ ക്യാൻ ഡു. ഇമോഷണൽ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഇമോഷനെ റെഗുലേറ്റ് ചെയ്യുക.
എന്നുള്ള കാര്യമാണ്. മേ ബി അവർ നമ്മളെ എന്തെങ്കിലും ചെയ്താലോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞാൽ പോലും നമ്മൾ ആ ഒരു മോറൽ ഹൈ ഗ്രൗണ്ട് എടുക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ അവിടെ എഴുതാൻ ഉദ്ദേശിച്ചത്. ഇത് ഞാൻ എക്സാമ്പിൾ ആയി കൊടുത്തത് എന്താ വെച്ചാൽ, ഇൻസ്റ്റെഡ് ഓഫ് ഇഗ്നോറിംഗ് ദ നീഡ്, അതുൽ പാണ്ഡെ, an IRS officer at Siliguri, took steps to renovate Demcha of the tribes there. ഇത് ഞാൻ നേരത്തെ എസ്സേയുടെ ക്ലാസ്സിൽ എന്തോ വന്നപ്പോൾ പറഞ്ഞിരുന്നു. ഞാൻ പത്രം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു എക്സാമ്പിൾ ആണ്, ഞാനിത് എത്തിക്സിന്റെ പേപ്പറിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. അതുൽ പാണ്ഡെ എന്ന് പറഞ്ഞ് സിലിഗുരി, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സിലിഗുരി കോറിഡോർ, അവിടെ ഉള്ള ഒരു IRS ഓഫീസർ ഉണ്ടായിരുന്നു. പുള്ളി അതായത് ഒരു ട്രൈബൽസിന്റെ വർഷിപ്പ് പ്ലേസ് റെനോവേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതൊന്നും ഒരു സിവിൽ സർവന്റിന്റെ ജോലിയേ അല്ല. പക്ഷെ അയാൾ അതൊരു ജോലിയായി കാണാണ്ട് അവർക്കൊരു ഇത് അവരുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വർഷിപ്പ് പ്ലേസ് റെനോവേറ്റ് ചെയ്ത് കൊടുത്തു ടോട്ടോ ട്രൈബ്സിന്റെ. സോ അങ്ങനത്തെ കാര്യമൊക്കെ എഴുതുമ്പോഴത്തേക്കും ഒരു വാല്യൂ പോയിന്റ് അവിടെ വന്നു. ഇത് വേറെ ആരും എഴുതില്ല, പക്ഷെ ആ പോയിന്റിന് ഒരു ജെന്യുവിനിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം നമ്മൾ അവിടെ ആളുടെ പേര് എഴുതി, ഏത് ട്രൈബ്സിന് വേണ്ടി എന്ത് ചെയ്തു കൊടുത്തു എന്ന് എഴുതി. സോ ആ ഒരു റെലവൻസ് അവിടെ ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ബാക്കിയുള്ളവർ എഴുതുന്ന എക്സാമ്പിളും ആയിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു എക്സ്ട്രാ പുഷ് കിട്ടും. ഈ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുക, ഒരു 4-5 പോയിന്റ് എഴുതി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ എല്ലാത്തിലും ഡയഗ്രാം വരയ്ക്കാൻ പറയാറുണ്ട് എന്ന്. യൂഷ്വലി ഒരു എത്തിക്സിന്റെ ആൻസർ എഴുതുമ്പോൾ ഇൻട്രൊഡക്ഷൻ ഇത്രയും ഭാഗത്ത് നിർത്തിയിട്ട് ഇവിടെ നമ്മൾ പോയിന്റ് എഴുതുക, ലൈക്ക് ഈ ഒരു സബ് ഹെഡിങ് എഴുതി പോയിന്റ് എഴുതുക. 4-5 പോയിന്റ് ഒക്കെ എഴുതാൻ പറ്റുമെങ്കിൽ അത്ര എഴുതുക. എക്സാമ്പിളും കൂടെ ഉള്ളപ്പോൾ നമുക്കൊരു 8 പോയിന്റ്സിന്റെ വെയിറ്റേജ് തന്നെ അവിടെ കിട്ടും, 8-10 പോയിന്റ്സിന്റെ. ഇനി നമ്മൾ വരയ്ക്കുന്ന ഒരു ഇതാണ്, എന്താണ്, ഡയഗ്രാം ആണ്. സോ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് ഒരു എത്തിക്കൽ ലീഡറിന്റെ കാര്യമാണ്. അറ്റ് ദ സെയിം ടൈം അയാൾ ഒരു ഹൈ EQ ഉള്ള ആളും കൂടെ ആയിരിക്കും എന്നാണ്. അപ്പം ലീഡർ എടുക്കുന്ന ഡിസിഷൻ എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഞാനിവിടെ ഡയഗ്രാം വരയ്ക്കുന്നത്. ഞാനിപ്പോ ഒരു ഡിസിഷൻ, ഇവിടം വരെ നമ്മൾ ആൻസർ എഴുതി എന്ന് വിചാരിക്കണം കേട്ടോ. ഇവിടം വരെയൊക്കെ ആൻസർ എഴുതി, ഇവിടെയാണ് നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്നത് ഇത്രയും ഭാഗത്ത്. പിന്നെ ഇവിടെ കൺക്ലൂഷൻ എഴുതി നിർത്തുക. ഇതാണ് നമ്മളുടെ ഒരു ആൻസറിന്റെ സാധനം. ഇവിടെ വരയ്ക്കേണ്ട ഡയഗ്രാം ഞാൻ ഇവിടെ വരയ്ക്കുന്നേ ഉള്ളൂ. സോ നമ്മളിവിടെ ഡിസിഷൻ എടുത്തു. 2 തരത്തിൽ ഡിസിഷൻ എടുക്കാം. ഒന്ന് ഈ ഇമോഷണൽ കോഷ്യന്റ് ഉപയോഗിച്ചുകൊണ്ട് തിങ്ക് ചെയ്തൊരു ഡിസിഷൻ എടുക്കാം. മറ്റത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഡിസിഷൻ എടുക്കാം. സോ ഞാൻ അങ്ങനെ 2 തരത്തിൽ എടുക്കാന്ന് എഴുതി. വിത്ത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്നിവിടെ എഴുതി. വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വെച്ച് എടുക്കുകയാണെങ്കിൽ എങ്ങനത്തെ എടുക്കും? പേഴ്സണൽ ഇൻട്രസ്റ്റ് ആയിരിക്കും ഡിസിഷനിൽ കൂടുതൽ വരിക. സോ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഇൻ ഡിസിഷൻസ്, ഇവിടെ ഒരു സാധനം എഴുതി. ഇനി നമ്മൾ EQ ഉപയോഗിച്ചുകൊണ്ട് ഡിസിഷൻ എടുക്കുകയാണ് എന്നാണെങ്കിൽ അത് എങ്ങനത്തെ ഒരു ഡിസിഷൻ ആയിരിക്കും? മോറലി കറക്റ്റ് അല്ലെങ്കിൽ എത്തിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും. നമ്മളിവിടെ എത്തിക്കൽ എന്നുള്ള സാധനം വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിക്കലി കറക്റ്റ് എന്നുള്ളൊരു സാധനം എഴുതിയത്. ഈ ഡയഗ്രാം ഒരു കൊച്ചു കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചാൽ അതിനും മനസ്സിലാക്കാൻ പറ്റുന്ന സാധനമാണ്. സോ ഇതിന് വലിയ കാര്യമൊന്നുമില്ല, എല്ലാവരും ഇത് പഠിച്ചു വെച്ചിട്ട് പോകും. നമ്മളിത് ക്വസ്റ്റ്യനിലുള്ള വേർഡ്സ് എന്താന്ന് നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന പോലെ ഒരു ഡയഗ്രാം വരച്ചു. ഇതിന്റെ ആവശ്യമുള്ളൂ. പഠിച്ചു വെച്ചിട്ട് പോകാനാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നെ വരണമെന്നില്ല. മെയിൻ ആയിട്ടുള്ള ഡയഗ്രാംസ് ഒക്കെ പഠിച്ചു വെക്കാം. പക്ഷെ അല്ലാത്തത് ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി വരയ്ക്കാനും കൂടെ പ്രാക്ടീസ് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞ എത്തിക്സിന്റെ ആൻസർ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് മര്യാദയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ. സോ ഇതെടുത്ത് ഇവിടെ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡയഗ്രാമും കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ എഴുതി നിർത്തിയാൽ മതി. ഒരു എത്തിക്കൽ ലീഡർ എന്ന് പറയുമ്പോഴത്തേക്കും അയാൾക്ക് ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ വാല്യൂസ് ഒക്കെ വന്നാൽ മാത്രമേ എത്തിക്കൽ ലീഡർ ആവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും എത്തിക്കൽ ലീഡറിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് കൊടുക്കണം എന്നാണെങ്കിൽ ഇയാളെ പോലെ എത്തിക്കൽ ലീഡർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ കൊടുത്ത് അല്ലെങ്കിൽ അങ്ങനെ കൺക്ലൂഷൻ ചെയ്യുക. ഇതാണ് നമ്മൾ എത്തിക്സിന്റെ ആൻസറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അഗൈൻ ആസ് ഐ സൈഡ്, എത്തിക്സ് ഭയങ്കര ബോറിംഗ് ആണ്. എഴുതുമ്പോഴും നമുക്ക് ബോറിംഗ് ആയി ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ എഴുതിയാൽ മാത്രമേ അത് ശരിയായിട്ട് വരുള്ളൂ. തുടക്കത്തിലൊക്കെ നല്ല പൊട്ട ആൻസർ ആയിരിക്കും. നമ്മൾ തന്നെ വായിച്ചിരുന്നിട്ട് വിചാരിക്കും ഇത് എന്താ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്, ഇതൊക്കെയാണോ എഴുതണ്ടേ? പക്ഷെ ഇതൊക്കെയാണ് എഴുതേണ്ടത്. ഇനി കേസ് സ്റ്റഡി യൂഷ്വലി നമ്മളോട് ചോദിക്കുന്നത് എന്തെങ്കിലും പബ്ലിക് പോളിസിയിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ഒരാളുണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, പെൺകുട്ടി വന്ന്
നിങ്ങളെന്ന് പറയുന്ന ഒരു ആളോട് പറയാണ്, ഞാൻ ഇങ്ങനെ സെക്ഷലി അസോൾട്ട് ഇവിടെ നേരിടുന്നുണ്ട്, അപ്പോ നിങ്ങൾ അതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും കേസ് സ്റ്റഡി ചിലപ്പോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ലാൻഡ് സ്ലൈഡ് സംഭവിച്ചു, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് വയ്യാത്ത വയസ്സായ ഒരു അമ്മയുണ്ട്, 2 മക്കളുണ്ട്, ഇവര് മാത്രമേ ഉള്ളൂ, ഭാര്യയില്ല, മരിച്ചുപോയി. അപ്പോ ഇവിടെ നിങ്ങൾ അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ ആയതുകൊണ്ട് നിങ്ങൾ അവിടെ ആവശ്യമുണ്ട് ആ ഒരു ലാൻഡ് സ്ലൈഡ് നടന്ന സമയത്ത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ അമ്മ വയ്യാണ്ട് ഹോസ്പിറ്റലിലാണ്, നിങ്ങളുടെ 2 മക്കളും മാത്രമാണ് ഉള്ളത്, വേറെ ആരും നിങ്ങൾക്ക് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ ഇതിൽ ഏത് ഡിസിഷൻ എടുക്കും? നിങ്ങൾ ഇത് ഏതിന് പോവും? എവിടെ പോകും? നിങ്ങൾ അവിടെ തന്നെ നിൽക്കുവോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ അടുത്ത് പോവോ എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഓരോ മനുഷ്യനെയും വെച്ച് മാറിയിരിക്കും. ചിലപ്പോൾ നമ്മളൊക്കെ വേഗം ഓടി നമ്മുടെ ഫാമിലിയുടെ അടുത്ത് പോകും, പക്ഷെ അങ്ങനെയല്ലല്ലോ. ഒരു ലീഡർ എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യേണ്ട കുറച്ച് ബാധ്യതകളും കൂടി അവിടെ ഉണ്ട്. സോ അതും കൂടി വെച്ചിട്ട് നിങ്ങൾ എത്തിക്കലി കറക്റ്റായി എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേസ് സ്റ്റഡീസ് യൂഷ്വലി ചോദിക്കുക. ഇവിടെ നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കും എന്നുള്ളതിനേക്കാളും നിങ്ങൾ എന്തുകൊണ്ട് ആ ഒരു ഡിസിഷൻ എടുത്തു എന്നുള്ള വൈ ഫാക്ടർ ആണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരിക. നിങ്ങൾ എടുത്ത ഡിസിഷനെ നിങ്ങൾ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. സോ അഗൈൻ കേസ് സ്റ്റഡി വായിക്കുമ്പോൾ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് പോവുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു ഡിസ്ട്രിക്റ്റിലെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ്, അപ്പൊ അവിടെ ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ് നിങ്ങൾ തന്നെ. നിങ്ങൾ എന്ന് പറഞ്ഞ് തന്നെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. യു ആർ ദ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓഫ് എ പ്ലേസ് എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ ഐ ആണ് അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡർ, ഞാനാണ് അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡർ എന്ന് വിചാരിച്ചെടുക്കുക. സോ അതെടുക്കണം. ഈ ഐ എന്നുള്ളത് ഇവിടെ എഴുതാം കേട്ടോ. ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവ് യു ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ അത് എഴുതരുത്. സോ ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവ് എടുത്തിട്ട് ഐ എഴുതി. ഇനി ഞാൻ എവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ ആണോ അവിടുത്തെ ആൾക്കാർ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലേ. സോ ആ ഡിസ്ട്രിക്ട് ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ്, ഡിസ്ട്രിക്റ്റിലെ ആൾക്കാരും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഇനി എന്റെ വയ്യാത്ത അമ്മ ഈ കേസിൽ ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ്, എന്റെ കുട്ടികൾ 2 പേരും ഇതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. പിന്നെ ലാൻഡ് സ്ലൈഡ് നടന്ന ഭാഗത്തെ വിക്ടിംസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്, അവിടുത്തെ സിവിൽ സൊസൈറ്റി സ്റ്റേക്ക് ഹോൾഡർ ആണ്, ഗവൺമെന്റ് സ്റ്റേക്ക് ഹോൾഡർ ആണ്. ഈ സിവിൽ സൊസൈറ്റി ഗവൺമെന്റ് ഒക്കെ മിക്ക എല്ലാ കേസിലും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് വരും. സോ ഇൻ കേസ് നമ്മളോട് കേസ് സ്റ്റഡിയിൽ 4 ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കേസ് സ്റ്റഡി ഉണ്ട്, 5 ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കേസ് സ്റ്റഡി ഉണ്ട്, 2 ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കേസ് സ്റ്റഡി ഉണ്ട്. ഇൻ കേസ് നമുക്ക് സ്ഥലം ഉണ്ട് എഴുതാനാണെങ്കിൽ ആദ്യം ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് എഴുതിയിട്ട് ഇങ്ങനെ വരച്ചിട്ടോ, അതല്ല സ്റ്റേക്ക് ഹോൾഡേഴ്സ് എഴുതിയിട്ട് ഇങ്ങനെയോ ഒക്കെ നിങ്ങൾക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി എഴുതാം. സ്ഥലം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പോയത് ബാക്കിയുള്ള ആൻസറിനൊന്നും നമുക്ക് എഴുതാൻ പറ്റാതെ പോകും, അപ്പൊ നമ്മുടെ മാർക്ക് പോകും. ബിക്കോസ് ഇത് ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്നതിൽ അർത്ഥമുണ്ട്, ചോദിച്ചിട്ടില്ല നമ്മൾ എഴുതുന്ന എന്തിനാന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് മാർക്ക് കിട്ടാൻ, 2 സ്ഥലം തികയ്ക്കാനുമാണ്. 4-5 പേജ് ഒക്കെ കാണും, അപ്പൊ നമുക്ക് സ്ഥലം തികയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, 1 ക്വസ്റ്റിനോ 2 ക്വസ്റ്റിനോ ഒക്കെ ചോദിച്ചിട്ടുള്ളെങ്കിൽ. ഇനി നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് പോലെ തന്നെയാണ് എത്തിക്കൽ പ്രോബ്ലംസും ഡൈലമാസും ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതും. ആദ്യം കേസ് സ്റ്റഡി വായിക്കുമ്പോൾ തന്നെ ഞാൻ ചെയ്തു പോരുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ റൗണ്ട് ചെയ്ത് പോവും, എത്തിക്കൽ പ്രോബ്ലംസ് കാണുമ്പോൾ അതിനെ അണ്ടർലൈൻ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് വീണ്ടും ഈ സാധനം വായിച്ചത് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരില്ല. ഇൻ കേസ് നമ്മളോട് ഇത് ഡയറക്റ്റ്ലി ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മളോട് അതിനെ പറ്റി എന്ത് ചോദ്യം ചോദിച്ചാലും ഈ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ടാണ് സോ എത്തിക്കൽ പ്രോബ്ലംസും ഡൈലമാസും ഇതിന്റെ കൂടെ ഐഡന്റിഫൈ ചെയ്ത് പോവാന്നുള്ളതാണ്. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം എന്തോ ഞാൻ എഴുതിയതാണ്. ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള 28 ഇയർ ഓൾഡ് ഒരു റാപ്പ് സിംഗർ ഉണ്ട്, പിന്നെ 65 ഇയേഴ്സ് എന്തോ ആയിട്ടുള്ള റിട്ടയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞ ഒരു സിവിൽ സർവന്റ് ഉണ്ട്. ഇവർ 2 പേരും ഒരു ആശുപത്രിയിൽ ഹാർട്ട് ബേസ്ഡ് ഡിസീസ് ആയിട്ട് കിടക്കുകയാണ്. ഇവർക്ക് 2 പേർക്കും ട്രാൻസ്പ്ലാന്റേഷന്റെ ആവശ്യമുണ്ട്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മാച്ചിങ് ആയിട്ടുള്ള ഡോണർ വന്നു. ഇത് 2 പേർക്കും മാച്ചിങ് ആണ് ഈക്വലി. പക്ഷെ ഇത് ആർക്ക് കൊടുക്കും? ഒരാൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങളാണ് അവിടുത്തെ ഡിസൈഡിങ് അതോറിറ്റി എങ്കിൽ നിങ്ങൾ ഇത് ആർക്ക് കൊടുക്കും, ആൻഡ് നിങ്ങളത് കൊടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നൊക്കെ ഉണ്ട്. ഈ കേസ് സ്റ്റഡി തന്നെ തന്നിട്ടുണ്ട്. ഈ റിട്ടയർഡ് സിവിൽ സർവന്റ് എന്ന് പറയുന്നത് ലൈഫിൽ ഏകദേശം എല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി അയാൾക്ക് ഫാമിലി തന്നെ ജീവിച്ചിരിപ്പില്ല, ഒറ്റയ്ക്കാണ് താമസം. റാപ്പ് സിംഗർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭാര്യയുണ്ട്, 2 കുഞ്ഞു കുട്ടികൾ, 5 വയസ്സിന് താഴെയുള്ള 2 കുഞ്ഞു കുട്ടികളുണ്ട്. പിന്നെ ഇയാള് ഈ മറ്റേ ആള് ടീ ടോട്ടലർ ആണ്, ഒന്നും ചെയ്യില്ല. പക്ഷെ ഈ റാപ്പ് സിംഗർ ആൽക്കഹോളിക് ആണ്, പക്ഷെ
ഈ ഡിസീസ് കണ്ടെത്തിയതിന് ശേഷം ഒരു 6 മാസമായിട്ട് ഇയാള് ആൽക്കഹോൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് ഡി അഡിക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നു. നമ്മൾ യൂഷ്വലി എന്ത് ഡിസിഷൻ എടുക്കും, നിങ്ങൾ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതിനെപ്പറ്റി ആലോചിച്ച് എന്ത് ഡിസിഷൻ എടുക്കും എന്നുള്ളത് മാത്രം എഴുതും. പക്ഷെ നമ്മൾ അവിടെ എന്താണ് എടുക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇയാള് 6 മാസമായി വെള്ളം അടിച്ചിട്ടില്ല എന്നുള്ള സാധനം തരുന്നത് വെറുതെ അല്ല. അതായത് ഇയാളൊരു കറക്റ്റ് പാത്തിലേക്കുള്ള ഒരു പോക്കിലാണ് ഇപ്പൊ ഉള്ളത്. മറ്റേ ആളെന്ന് പറയുമ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ആസ്പെക്റ്റും കൂടി നിങ്ങൾ ഡിസിഷൻ മേക്കർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയിരിക്കണം. ഇത് കാണുമ്പോൾ ഇതിന്റെ ഇടയിൽ എവിടെയോ മെൻഷൻ ചെയ്തിരിക്കുകയാണ്, നമ്മളത് വേഗം നോക്കില്ല. പക്ഷെ നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ ആ ഡിസിഷനെ നമ്മൾ ന്യായീകരിക്കുമ്പോൾ ഈ കാര്യം അവിടെ എന്തായാലും എഴുതണം. അതാണ് ഞാൻ പറഞ്ഞ എത്തിക്കൽ പ്രോബ്ലംസ്, ഡിലമാസ് എന്നൊക്കെ ഉള്ള കാര്യം ആദ്യമേ ഐഡന്റിഫൈ ചെയ്ത് വെക്കുക എന്നുള്ളത്. കേസ് സ്റ്റഡി വലുതായതുകൊണ്ട് തന്നെ 2-3 തവണ വായിക്കാനൊന്നും ചിലപ്പോൾ നമുക്ക് സമയം കിട്ടില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അത് വിട്ടുപോകണം എന്നുള്ളത് കൊണ്ടാണ് അത് നടുക്ക് എവിടെയെങ്കിലും ചെറിയൊരു രീതിയിൽ തരുന്നത്. സോ അത് വിട്ടുപോകാതിരിക്കാൻ ആദ്യമേ ഐഡന്റിഫൈ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് രണ്ടും സ്പേസും ടൈമും കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ എഴുതേണ്ടത്. എത്തിക്കൽ പ്രോബ്ലംസ് ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, സമയവും സ്ഥലവും ഉണ്ടെങ്കിൽ. ഫോക്കസ് മോർ ഓൺ വൈ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്തുകൊണ്ടൊരു ഡിസിഷൻ എടുക്കുന്നു എന്നുള്ളതിന്റെ ജസ്റ്റിഫിക്കേഷൻ ആണ് കൂടുതൽ വേണ്ടത്. ഇനി നിങ്ങളൊരു ഡിസിഷൻ എടുത്തു. ഫോർ എക്സാമ്പിൾ ഒരു കേസ് സ്റ്റഡിയിൽ നിങ്ങളൊരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മിനിസ്റ്റർ വന്ന് നിങ്ങളോട് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ അവിടെ ഇവർക്ക് പോകാൻ വേണ്ടി അനുമതി കൊടുക്കണമെന്നോ എന്തെങ്കിലും ആ ഒരു ഇക്കോ സെൻസിറ്റീവ് സോണിൽ എന്തെങ്കിലും ചെയ്യാൻ അനുമതി കൊടുക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു. നിങ്ങളത് കൊടുക്കില്ലേ? നിങ്ങൾ കൊടുക്കില്ലെങ്കിൽ ഉറപ്പായിട്ടും പൊളിറ്റിക്കലി ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെയാണ് നിങ്ങൾ നിൽക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്കും എതിരെ എന്തെങ്കിലും കേസുകളോ അതൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ഞാൻ കൊടുക്കില്ല, ഞാൻ അങ്ങനെ ഒരു അപ്രൂവൽ കൊടുക്കില്ല, ഇതൊക്കെയാണ് കാരണം, എനിക്ക് എൻവയോൺമെന്റിന്റെ ഇതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, സൊസൈറ്റിയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നൊക്കെ എഴുതും. പക്ഷെ അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്കെതിരെയും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. അപ്പൊ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഡീമെറിറ്റ്സിനെ അഡ്രസ് ചെയ്യണം. അഡ്രസ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ കാണിക്കാൻ ശ്രമിക്കുന്ന എന്താ വെച്ചാൽ അങ്ങനെ വന്നാലും എനിക്ക് ഇവിടുത്തെ ജുഡീഷ്യറിയിൽ വിശ്വാസം ഉണ്ട് എന്നുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ അപ്പോഴും വാല്യൂ ഓറിയന്റഡ് ആണ്, കറക്റ്റ് ആയിട്ടുള്ള മാർഗത്തിൽ പോയാൽ ജയിക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ വിചാരിക്കുന്നു എന്നുള്ള കാര്യം വരുത്താൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ഡീമെറിറ്റ്സിനെ അഡ്രസ് ചെയ്യുക. അഡ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള രീതിയിൽ എഴുതുക. അത് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ വാല്യൂ ഓറിയന്റഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ശരിയായിട്ടുള്ള രീതിയിൽ പോകുന്നു അല്ലെങ്കിൽ ജുഡീഷ്യറിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നൊക്കെ എഴുതുക എന്നുള്ളത് നിങ്ങളുടെ ഡെമോക്രാറ്റിക് വാല്യൂവും ജുഡീഷ്യറിയിലുള്ള വിശ്വാസവും ഒക്കെ അത് കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അഗൈൻ ടോപ്പേഴ്സ് കോപ്പി വായിക്കുക. അവരെന്തേലും ഡിഫറെന്റ് അപ്രോച്ച്, എത്തിക്സിൽ നല്ല മാർക്കുള്ള ഇപ്പൊ 20 മാർക്കിനാണ് ഒരു ഇത് വരിക, കേസ് സ്റ്റഡി വരിക. അപ്പൊ അതില് 9-10 ഒക്കെയാണ് മാക്സിമം കിട്ടാറ് സാധാരണ. അത്രയൊക്കെയുള്ള മാർക്ക് കിട്ടിയ ഏതെങ്കിലും ടോപ്പേഴ്സ് കോപ്പി ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് വായിച്ചിട്ട് അവർ ചെയ്യുന്ന എന്തെങ്കിലും അപ്രോച്ച് ഡിഫറെന്റ് ആയി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മേ ബി യു ക്യാൻ യൂസ്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മാത്രം അത് യൂസ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആൻസർ. എത്തിക്സിന്റെ ഒക്കെ ക്ലാസ് തുടങ്ങിയോ? മെയിൻസിന്റെ ക്ലാസ് തുടങ്ങി. സോ GS3 വരെ പറഞ്ഞത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. GS4 മനസ്സിലാവില്ല ഇപ്പോ. മേ ബി GS4ന്റെ പോർഷൻ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ റൈറ്റിംഗ് വരുമ്പോഴോ ഈ വീഡിയോ ഒരിക്കൽ കൂടെ കാണോ, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കൽ കൂടെ വായിച്ചാൽ ചിലപ്പോൾ അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ എല്ലാ ടോപ്പേഴ്സും പറയാറ് കീവേഡ്സിനെ ഡിഫൈൻ ചെയ്യാനാണ് പഠിച്ചു വെക്കേണ്ടതെന്നാണ്. ഞാനത് ചെയ്തിട്ടില്ല, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്. വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട. ബട്ട് എന്തായാലും നിങ്ങൾ ആൻസറിൽ ആ സാധനം ഡിഫൈൻ ചെയ്യാനാണെങ്കിൽ ഡിഫൈൻ ചെയ്ത് തന്നെ എഴുതണം. ക്വസ്റ്റ്യനിൽ ഡിഫൈൻ എന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് അത് അവിടെ ഡിഫൈൻ ചെയ്യേണ്ടി വരും.
സോ ജസ്റ്റ് ബേസിക്കലി ജസ്റ്റ് വായിച്ചിട്ട് പോയാൽ തന്നെ നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റും മിക്ക കാര്യങ്ങളും. മെയിൻലി നോക്കേണ്ടത് നമ്മൾ പുട്ടിന് പേരിടുന്ന പോലെ എത്തിക്കൽ കീവേഡ്സ് എല്ലായിടത്തും ഇങ്ങനെ എഴുതി വെക്കുക, അതിന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. മനസ്സിലായില്ല? അത് ഈ ക്വസ്റ്റ്യനിൽ ഒരെണ്ണേ ചോദിച്ചിട്ടുള്ളൂ. യൂഷ്വലി എത്തിക്സിന്റെ ക്വസ്റ്റ്യനിൽ രണ്ടെണ്ണം ചോദിച്ച് കാണാറില്ല. അഗെയിൻ കാരണം എല്ലാരും ഈ ഡയഗ്രാം ഒക്കെ വരച്ചിട്ട് എഴുതാറ് എന്നുള്ളതുകൊണ്ട് രണ്ടെണ്ണമായിട്ട് UPSCക്ക് ചോദിക്കാൻ തോന്നി അവർ രണ്ടെണ്ണം ചോദിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണം എഴുതണം. കൺക്ലൂഷൻ, ഞാനിപ്പോ പറഞ്ഞ പോലെ എത്തിക്കൽ ലീഡർഷിപ്പിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എത്തിക്കൽ ലീഡർ എന്ന് പറയുന്ന ഒരാൾക്ക് ഇന്റഗ്രിറ്റി, പ്രൊബിറ്റി, ഓണസ്റ്റി എന്ന് പറയുന്ന പോലെയുള്ള വാല്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് സ്വന്തമായിട്ട് നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റൂ, ടീമിന്റെ ഡിസിഷനും റെഗുലേറ്റ് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ ഉള്ള രീതിയിൽ എന്തെങ്കിലും നമുക്ക് അറിയുന്ന കാര്യം തന്നെ ഒന്ന് പൊലിപ്പിച്ച് എഴുതി വെച്ചു, അത്രേ ഉള്ളൂ. GS3 കൺക്ലൂഷൻ എഴുതാൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും കൂടി ഇത് പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അങ്ങനെയുള്ള ഏതെങ്കിലും ഹയർ അതോറിറ്റീസ് ബാക്കിയുള്ള സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ നമ്മുടെ ഇവിടെ തന്നെ എന്തെങ്കിലും സ്പീച്ച് ഒക്കെ തരുമ്പോൾ ഇവരെന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഇങ്ങനെ ഇട്ടു. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും കീ ആയിട്ടുള്ള ഗുമ്മുള്ള സാധനം നമുക്ക് കിട്ടുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഇപ്പൊ AI കാര്യം എടുത്താല് 2026 ഫെബ്രുവരിയിൽ ഒരു AI സമ്മിറ്റ് നടന്നപ്പോ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു മാനവ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം നമ്മൾ എത്തിക്കൽ ആൻഡ് ഹ്യൂമൻ സെൻട്രിക് AI ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാനവ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഇന്ത്യ ലോകത്തിന് മുന്നിൽ വെക്കുകയാണ് എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയാ ഒരു പ്രിൻസിപ്പിൾ പോലെ ഒരു ഡോക്ട്രൈൻ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് AI പറ്റി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എത്തിക്സിൽ കൺക്ലൂഷനിൽ ലാസ്റ്റ് വന്നിട്ട് ആസ് ഇന്ത്യ സജസ്റ്റ് മാനവ് ഡോക്ട്രൈൻ ഫോർ എത്തിക്കൽ ആൻഡ് ഹ്യൂമൻ സെൻട്രിക് AI വി കൻ യൂസ് ദാറ്റ് ആസ് എ ഗ്ലോബൽ എക്സാമ്പിൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതുക, അത് എഴുതാം. ഇതല്ലെങ്കിൽ യൂഷ്വൽ ആൾക്കാർ ഇപ്പൊ യൂസ് ചെയ്യുന്നതാണ് വികസിത് ഭാരത് 2047 വേണ്ടി ഈ സാധനം ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇതിപ്പോ ഭയങ്കര കോമൺ ആണ്, എല്ലാവരും എല്ലാ ആൻസറിലും എഴുതാറുണ്ട്. യു കെൻ അവോയ്ഡ് ഇറ്റ്, അല്ലെങ്കിൽ ഒരു ആൻസറിലോ രണ്ട് ആൻസറിലോ എഴുതുക, അതിൽ കൂടുതൽ അത് എഴുതണ്ട, ബിക്കോസ് അത് ഭയങ്കര ഓൾഡ് ആയി. വികസിത് ഭാരത് 2047. പിന്നെ SDG ഗോൾസ് യൂസ് ചെയ്യാറുണ്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഇന്ന SDG ഗോൾ 1 പറയുന്നത് പോലെ പോവർട്ടി എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് സീറോ ഹങ്കർ ആണ് 1 എന്ന് തോന്നുന്നു. സോ സീറോ ഹങ്കറിന് വേണ്ടി നമ്മൾ ഇന്ന കാര്യമൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ പോയിന്റ് എന്തായാലും കൊണ്ടുവരണം. ആർക്കും പ്രശ്നമില്ല അല്ലേ? നിങ്ങൾ എന്തായാലും തുടക്കം തൊട്ടേ ആൻസേഴ്സ് ഒക്കെ എഴുതി തുടങ്ങുക കേട്ടോ. വീക്കിലി 1 or 2 എങ്കിലും വെച്ചിട്ട് നിങ്ങളുടെ മെന്റേഴ്സിനെ കൊടുത്ത് കറക്റ്റ് ചെയ്യുക. നമ്മൾ ആൻസർ റൈറ്റിംഗ് താമസിക്കുന്നതോറും മെയിൻസിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. സോ അതിപ്പോഴേ ചെയ്യുക. പ്രിലിംസ് നമ്മൾ എല്ലാവരും നേരത്തെ പഠിച്ചു തുടങ്ങും, വലിയ കാര്യമില്ല. പ്രിലിംസ് ക്ലിയർ ചെയ്താലേ മെയിൻസ് എഴുതാൻ പറ്റുള്ളൂ, ശരിയാണ്. പക്ഷെ പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ആലോചിക്കുന്ന മെയിൻസിനൊന്നും ചെയ്യാൻ എനിക്കറിയില്ലല്ലോ. 2 മാസം കൊണ്ട് ചെയ്യാൻ ആകെ കുറച്ച് കാര്യങ്ങളെ പറ്റൂ. പ്രിലിംസിന് നമുക്ക് ഒരു 7-8 മാസം കിട്ടും പഠിക്കാൻ, മെയിൻസിന് ആകെ 2 മാസം കിട്ടുള്ളൂ. സോ ആൻസർ റൈറ്റിംഗ് എന്തായാലും സെറ്റാക്കി വെക്കുക. പറ്റെങ്കിൽ നിങ്ങളുടെ നോട്ട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അതും സെറ്റാക്കി വെക്കുക. അപ്പൊ റിവൈസ് ചെയ്യാനായിട്ട് 2 മാസത്തിനുള്ളിൽ എളുപ്പമായിരിക്കും. Nothing else. Can I conclude the class? Gallant IAS, chasing your passion to ace.